ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ പോസ്റ്റിലേക്ക് എങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാം, ഏതൊക്കെ എൻട്രീസ് ആണുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയിലൊക്കെ ഒരു ഓഫീസർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏതൊക്കെ എൻട്രീസ് ആണ് ഉള്ളത് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് NDA എക്സാമിനേഷനാണ്, അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷനാണ്. ഇതിലേക്ക് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 16 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 ഏതൊരു സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നേവി അല്ലെങ്കിൽ എയർഫോഴ്സിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും എയർഫോഴ്സ് അതുപോലെ തന്നെ നേവിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആർമിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ +2 ഏതൊരു സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ എക്സാമിനേഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമി 10+2 ടെക്നിക്കൽ എൻട്രി ആണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യൻ ആർമി ഡയറക്റ്റ് നടത്തുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 16 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 PCM, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ 60% മാർക്കോട് കൂടി പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ JEE മെയിൻസ് എക്സാം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇനി അടുത്ത റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ നോൺ ടെക്നിക്കൽ എൻട്രി ആണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 19 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഏതൊരു വിഷയത്തിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള സബ്ജക്റ്റ് പെർസെൻറ്റേജ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ടെക്നിക്കൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BE BTech കൺസേൺഡ് സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത എൻട്രി നോക്കുകയാണെങ്കിൽ NCC സ്പെഷ്യൽ എൻട്രി ആണ്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 19 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി പാസ്സായിരിക്കേണ്ടതാണ്. മിനിമം 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ഗ്രേഡ് Aയോ അല്ലെങ്കിൽ Bയോ ആയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ജാഗൻട്രി റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രിയാണ്, അതായത് ലോ ഗ്രാജുവേറ്റ് ആണ്. 55% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കാം. കൂടാതെ ബാർ കൗൺസിൽ രജിസ്റ്ററും ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ക്ലാറ്റ് PG എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ TGC ആണ്, ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സാണ്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കൺസേൺഡ് സ്ട്രീമിൽ BE BTech പാസ്സായിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത എൻട്രി നോക്കുകയാണെങ്കിൽ UES എൻട്രി ആണ്, അതായത് യൂണിവേഴ്സിറ്റി എൻട്രി സ്കീമാണ്. കറൻ്റ്ലി ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യൻ ആർമി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിലവിൽ ഇന്ത്യൻ ആർമി വിളിക്കുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രീ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്, അതായത് എഞ്ചിനീയറിംഗിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി അടുത്ത റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ TGC എഡ്യൂക്കേഷനാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റും കറൻ്റ്ലി ഇന്ത്യൻ ആർമി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 23 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ MA അല്ലെങ്കിൽ MSc
ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിവിഷനോട് കൂടി പാസ്സായിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. ഇത്രയും എൻട്രികൾ വഴിയായിരിക്കും ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ പോസ്റ്റിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് ആ ഒരു പോസ്റ്റുകൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.